ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ദേവു രേവതിയെ വിളിച്ച് പറയുന്നുണ്ട്, ചേച്ചി ഇന്ന് അരുണേട്ടൻ്റെ അമ്മയും കൂടി വീട്ടിലോട്ട് വരുന്നുണ്ട്. അവരുണ്ടാകുമ്പോൾ ചേച്ചിയും കൂടി വേണം. ചേച്ചി എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് അയാളായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ, നീ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഞാൻ വിളിക്കാറൊന്നുമില്ല. 2-3 പ്രാവശ്യം അരുണേട്ടൻ വിളിച്ചു, ഞാൻ കോൾ എടുത്തില്ല. ലാസ്റ്റ് മെസ്സേജാണ് ഇട്ടത് ഇന്ന് വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചി ഒന്ന് വരാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതിക്ക് പേടിയാവുകയാണ്. കാരണം സച്ചി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സച്ചിനോട് പറഞ്ഞിട്ട് എന്തായാലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ രേവതി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എളുപ്പം കട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ വീട്ടിലോട്ട് വല്ലതും പോകുന്നുണ്ടോ? പോകുന്നുണ്ടെങ്കിൽ കല്യാണ കാര്യത്തെ പറ്റി സംസാരിക്കുക, അതുപോലെ തന്നെ ദേവുവിനെ ഉപദേശിക്കുകയും ചെയ്യുക. നീ പോകുന്നുണ്ടോ രേവതി എന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചി ഏട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് പൂ കൊടുക്കാൻ പോകാനുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി തിരക്ക് പിടിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ്. സച്ചിനോട് പറയാതെയാണ് രേവതി പോകുന്നത്. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് രേവതി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇന്ന് അരുണിൻ്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, ദേവു പറഞ്ഞായിരുന്നു മോളെ, നീ സച്ചിനോട് സംസാരിച്ചോ, അവൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ ദേവുവിനെ കാണുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, ഇവളുടെ വിഷമം കാണുമ്പോൾ എനിക്കും സങ്കടമാവുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, നീ സച്ചിനോട് സംസാരിച്ചിട്ട് എന്ത് പറഞ്ഞു മോളെ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ലക്ഷ്മി. രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ നല്ല ദേഷ്യത്തില്ല, ഈ സമയത്ത് എന്ത് സംസാരിച്ചാലും സച്ചേട്ടൻ്റെ തലയിലോട്ട് കയറില്ല. സച്ചേട്ടൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറയട്ടെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം എന്നൊക്കെ പറയുവാണ്. പക്ഷേ ദേഷ്യം മാറുമോ എന്നാണ് എനിക്ക് സംശയം എന്നൊക്കെ രേവതി വീണ്ടും പറയുമ്പോഴേക്കും ദേവുവിനും ലക്ഷ്മിക്കും സങ്കടമാവുകയാണ്. വിഷമിക്കേണ്ട ദേവുവിന് സച്ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാം, ആ ദേഷ്യം ഒന്ന് മാറട്ടെ എന്ന് ഒന്നുകൂടെ പറഞ്ഞ് രേവതി ദേവുവിനെ സമാധാനിപ്പിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണും അമ്മയും കൂടി വീട്ടിലോട്ട് വരുന്നതാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അമ്മ അരുണിനോട് പറയുന്നുണ്ട്, അരുണെ നീ ഇവിടെ തന്നെ നിന്നു, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, അമ്മ ഒറ്റക്കൊന്നും പോകണ്ട, ഞാനും കൂടെ വരാമെന്ന് പറയുവാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവരുടെ മാനസികാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അവർ നിന്നെ എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് സങ്കടമാവും മോനെ, നീ ഇവിടെ നിൽക്ക്, ഞാൻ ആദ്യം പോയി സംസാരിക്കട്ടെ, എന്നിട്ട് നീ വന്നാൽ മതി എന്നൊക്കെ പറയുവാണ് അമ്മ. അപ്പോൾ അരുണും അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അമ്മ അകത്തോട്ട് കയറി പോവാണ്. വീട്ടിലെത്തുമ്പോഴേക്കും രേവതി അവരെ നല്ലപോലെ സ്വീകരിച്ച് അകത്തോട്ടൊക്കെ ഇരുത്തുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി വലിയ ഭാവമൊന്നും കാണിക്കുന്നില്ല. ദേവുവിനോട് അകത്തോട്ട് പോയി മുറിയിലിരിക്കാനൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി. അപ്പോഴേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട്, അരുണിൻ്റെ അമ്മ സംസാരിക്കുന്നുണ്ട്, നടന്നതൊക്കെ അരുൺ പറഞ്ഞായിരുന്നു, ഇതിങ്ങനെയൊക്കെ ആയിത്തീരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കണം എന്നോർത്തിരിക്കുമായിരുന്നു, പക്ഷേ അതിനു മുമ്പേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുവാണ്. അതിനുശേഷം രേവതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, സച്ചി എന്ന് പറയുന്നത് മോളുടെ ഭർത്താവല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി അതേന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അരുൺ എപ്പോഴും പറയും, അരുണായിട്ട് എപ്പോഴും ഈ സച്ചി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മിക്ക് ദേഷ്യം വരുവാണേ. ലക്ഷ്മി പറയുന്നുണ്ട്, സച്ചി അങ്ങോട്ടല്ല, നിങ്ങളുടെ മകൻ ഇങ്ങോട്ട് വന്നാൽ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ ഇനി അതൊക്കെ പറയുന്നത് എന്തിനാ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമുണ്ട്, അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ടും കാര്യമില്ല, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയുവാണ് രേവതി. നിങ്ങളുടെ തീരുമാനം എന്താണെന്നറിയാനാ ഞാനിപ്പോൾ വന്നതെന്ന് അരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്. അരുൺ വളരെ നല്ല പയ്യനാണ്, എൻ്റെ മകനായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, നിങ്ങളൊന്നും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പോലെയല്ല, അവൻ നല്ല മനസ്സാ അവൻ്റെ. ദേവുവും അതുപോലെ തന്നെയാണ്, ദേവുവെ പോലെ ഒരു മരുമകളെ കിട്ടണത് എൻ്റെ ഭാഗ്യമാണ്, നിങ്ങൾ നല്ലതുപോലെയാണ് അവളെ വളർത്തിയതും, അവൾ എൻ്റെ മരുമോളായി വന്നു കഴിഞ്ഞാൽ ഞാനതൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഈ അമ്മ പറയുമ്പോഴേക്കും ലക്ഷ്മി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ദേവു ഇതൊക്കെ അകത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അരുണും സച്ചിയും തമ്മിൽ നല്ല പ്രശ്നത്തിലാണ്, ആ ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ച് ഈ സച്ചി കല്യാണത്തിന് സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നു എന്ന് കേട്ടു എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, സച്ചി അങ്ങനെ വെറുതെ ഓരോന്നും പറയില്ല, സച്ചി ഞങ്ങൾക്ക് മരുമകനല്ല, എൻ്റെ മകൻ തന്നെയാണ്, എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളും നോക്കിയും കണ്ടും അവന് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും എൻ്റെ മോനെ വേണ്ടിയിട്ടും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ മോളെ നല്ല സന്തോഷത്തോടെ തന്നെയാണ് സച്ചി നോക്കുന്നത്, ആ സച്ചി പറയുന്നതേ ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ, സച്ചി പറയുന്നതിലും കാര്യമുണ്ടെന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. സച്ചി അങ്ങനെ വെറുതെ ഓരോന്നും പറയത്തില്ല, അവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്ന് പറയുമ്പോഴേക്കും അരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും, വീട്ടിൽ നമ്മൾ ഒരാളെ കാണുന്നത് പോലെയല്ല പുറത്ത് അവർ പെരുമാറുന്നത്, ഈ സച്ചി കാരണം എൻ്റെ മകന് സസ്പെൻഷൻ വരെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുവാണ് അരുണിൻ്റെ അമ്മ. അത് നിങ്ങളുടെ മകൻ്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് സംഭവിച്ചതാണ്, അല്ലാതെ എൻ്റെ സച്ചി അങ്ങനെ തെറ്റൊന്നും ചെയ്യത്തില്ല, ഇങ്ങനെ സച്ചിയെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് ലക്ഷ്മി പറയുവാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ സംസാരിക്കാം, സച്ചിയേട്ടൻ അരുണും തമ്മിൽ ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്, അതിൻ്റെ പുറത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത്, സച്ചേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാമെന്ന് രേവതി പറയുവാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീ നിർത്ത് രേവതി, ദേവുവിന് ഒരു നല്ല ജീവിതം കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സച്ചിയാണ്, ആ സച്ചി
ഈ ബന്ധം ശരിയാവില്ലെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും. സച്ചിയുടെ തീരുമാനമാ എൻ്റെയും തീരുമാനം എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് സച്ചിയല്ല, നിങ്ങളുടെ മകളാ. നിങ്ങളുടെ മകളുടെ മനസ്സിൽ എന്താണെന്നല്ലേ ആദ്യം അറിയേണ്ടതെന്ന് അരുണിൻ്റെ അമ്മ ചോദിക്കുവാണ്. ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത് അവരാ. നിങ്ങളുടെ മരുമകൻ നല്ലതായിരിക്കാം, പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മകളെ പറ്റിയാണെന്നൊക്കെ അരുണിൻ്റെ അമ്മ പറയുന്നുണ്ട്. ഈ കാര്യത്തിലെന്നല്ല ഏത് കാര്യത്തിലായാലും സച്ചിയുടെ തീരുമാനമാണ് ഈ കുടുംബത്തിൻ്റെയും തീരുമാനം. സച്ചി തീരുമാനിക്കുന്നതേ ഇവിടെ നടക്കത്തുള്ളൂ. നിങ്ങൾ കല്യാണക്കാര്യം സംസാരിക്കാനാ വന്നതെങ്കിൽ അതൊന്നും നടക്കില്ല. സച്ചി വേറെ ആലോചനകൾ ദേവുവിന് വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുവാന്നൊക്കെ ലക്ഷ്മി കുറച്ച് റൂഡായിട്ട് തന്നെ സംസാരിക്കുവാണേ. നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങളുടെ മകള് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നേടിക്കൊടുത്താലല്ലേ അവളും സന്തോഷത്തോടെ ഇരിക്കത്തുള്ളൂ എന്നൊക്കെ അരുണിൻ്റെ അമ്മ പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങളുടേത് സാധാരണ കുടുംബമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇവരെ വളർത്തിയതും. ഈ കാര്യത്തിൽ സച്ചിയുടെ തീരുമാനം തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതേപ്പറ്റി സംസാരിക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ടാന്നൊക്കെ ലക്ഷ്മി പറയുവാണ്. അപ്പോൾ രേവതി പറയും, അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോകാം, ഇനി ഇതേപ്പറ്റി സംസാരിക്കാൻ വരണ്ടെന്ന് പറയുമ്പോഴേക്കും അരുണിൻ്റെ അമ്മ വളരെ സങ്കടത്തോടെ നിരാശയോടെ വീട്ടിൽ നിന്നും ഇറങ്ങുവാണ്. അപ്പോൾ രേവതി അമ്മയെ ചീത്ത പറയുന്നുണ്ട്, എന്താ അമ്മേ വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, ഇനി അവരിങ്ങോട്ടേക്ക് ഈ കാര്യം പറഞ്ഞ് വരാൻ പാടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ കാര്യം ഇങ്ങനെ വളർത്തിക്കൊണ്ട് പോയാൽ ശരിയാവില്ലടേ എന്ന് പറഞ്ഞിട്ട് ദേവുവിനെ വിളിക്കുവാണ് ലക്ഷ്മി. എന്നിട്ട് ദേവുവിനോട് പറയുന്നുണ്ട്, സച്ചി ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സച്ചിയുടെ തീരുമാനം നീ അനുസരിക്കണം. അതും ധിക്കരിച്ചുകൊണ്ട് നീ വേറെ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഈ കുടുംബമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് ലക്ഷ്മി ദേഷ്യത്തിൽ തന്നെ പറയുവാണ് ദേവുവിനോട്. പുറത്തിങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുവാണ് അരുൺ. അമ്മയെ കാണുന്നതും അരുൺ ചോദിക്കുന്നുണ്ട്, അമ്മേ എന്തായി, സംസാരിച്ചോ, അവരെന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലൊന്നും അല്ലടാ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സച്ചിയുടെ തീരുമാനമാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം. സച്ചിയെ ധിക്കരിച്ചുകൊണ്ട് ഒരു തീരുമാനവും അവരെടുക്കത്തില്ല. ഈ വിവാഹം നടക്കില്ല. ഈ ബന്ധം നമുക്ക് ശരിയാവില്ല മോനെ എന്നൊക്കെ അരുണിൻ്റെ അമ്മ അരുണിനോട് പറയുവാണ്. ഒരുപാട് പറഞ്ഞു നോക്കി, അവർ കേൾക്കുന്നില്ല മോനെ എന്നൊക്കെ പറയുമ്പോഴേക്കും അരുൺ അങ്ങോട്ട് ദേഷ്യം വരുവാണേ. അരുൺ പറയുന്നുണ്ട്, പിന്നെ അവൻ പറഞ്ഞിട്ട് വേണമല്ലോ ഈ കല്യാണം നടത്താൻ. അവൻ ഈ സിറ്റുവേഷൻ നല്ലതുപോലെ മുതലാക്കുന്നുണ്ട്. എന്നോട് പ്രതികാരം തീർക്കുക, എന്നോടുള്ള ദേഷ്യം മൊത്തം തീർക്കുക. അമ്മ നോക്കിക്കോ, ഈ അരുൺ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ദേവുവിനെ മാത്രമായിരിക്കും, അമ്മയുടെ മരുമകളും ദേവുവായിരിക്കും എന്ന് അരുൺ വാശിയോടെ തന്നെ ഉറപ്പിച്ച് പറയുവാണ്. പിന്നെ കാണിക്കുന്നത് ദേവു സച്ചിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സച്ചിയുടെ ടാക്സി സ്റ്റാൻഡിലോട്ട് പോവാണ്. ദേവുവിനെ കാണുന്നതും സച്ചി പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നോട് സംസാരിക്കാനായിരുന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ, ഞാൻ വീട്ടിലോട്ട് വരില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പക്ഷെ അത് കേൾക്കുമ്പോൾ സച്ചിയേട്ടൻ ദേഷ്യപ്പെടരുതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഹോ അപ്പോൾ ദേഷ്യപ്പെടുന്ന എന്തോ കാര്യമാണ് നീ പറയാൻ പോകുന്നത്, പറ എന്ന് പറയുവാണ് സച്ചി. ദേവ് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ്റെ നല്ല മനസ്സാണ്. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സച്ചിയേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സച്ചിയേട്ടൻ എടുക്കുന്ന ഓരോ തീരുമാനവും ഞങ്ങളുടെ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതായിരിക്കുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഹോ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, മനസ്സിലാക്കിയാൽ നല്ലതെന്ന് പറയുവാണ്. അപ്പോൾ ദേവ് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. സച്ചിയേട്ടനെ പോലെ അരുണേട്ടനും വളരെ നല്ല മനുഷ്യനാണ്. ഞാൻ തെറ്റായിട്ടുള്ള ഒരാളെയല്ല തിരഞ്ഞെടുത്തത് സച്ചിയേട്ടാ. അരുണേട്ടനോട് ഇടപഴകാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ അമ്മയും അതുപോലെ തന്നെയാണ്, എന്നോട് വളരെ സ്നേഹമാണെന്നൊക്കെ ദേവ് പറയുമ്പോഴേക്കും സച്ചി ഭയങ്കര ദേഷ്യത്തിലും പുച്ഛഭാവത്തോടെയാണ് ദേവുവിനെ നോക്കുന്നത്. അദ്ദേഹം കുറച്ച് ദേഷ്യക്കാരനാണ്, ജോലിയിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, അതുകൊണ്ടൊക്കെയാണെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ എന്താ ഞങ്ങളൊന്നും സ്ട്രിക്റ്റ് അല്ലേ, തെറ്റൊക്കെ എൻ്റെ ഭാഗത്താണെന്നാണോ ദേവു നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, അങ്ങനെയല്ല സച്ചിയേട്ടാ, സച്ചിയേട്ടൻ വളരെ നല്ല മനുഷ്യനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് സച്ചിയേട്ടനെ കാണുന്നത്. എനിക്ക് അത്രയ്ക്കും ബഹുമാനമുണ്ട് സച്ചിയേട്ടനോട്, അതുകൊണ്ടാണ് ഞാൻ സച്ചിയേട്ടനെ കണ്ട് നേരിട്ട് സംസാരിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ദേവു പറയുവാണ്. അരുണേട്ടനും സച്ചിയേട്ടനെ പോലെ നല്ല മനുഷ്യനാണ്, എൻ്റെ കുടുംബത്തെ നല്ലതുപോലെ നോക്കും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അപ്പോൾ എന്താ ഞാൻ നോക്കുന്നില്ല എന്നാണോ ദേവു നീ പറയുന്നത്? നീ എന്നെ ചീത്താണെന്ന് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ ആ അരുൺ നല്ല മനുഷ്യനാണെന്ന് ഒരിക്കലും പറയരുതെന്ന് സച്ചി ദേഷ്യത്തിൽ തന്നെ ദേവുവിനോട് പറയുവാണ്. സച്ചിയേട്ടാ അങ്ങനെയൊന്നുമല്ല, ഞാൻ പറയുന്നത് സച്ചിയേട്ടനൊന്ന് മനസ്സിലാക്ക്. സച്ചിയേട്ടനോട് എനിക്ക് അത്രയ്ക്ക് ബഹുമാനമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഈ വിവാഹം സച്ചിയേട്ടൻ്റെ ഇഷ്ടത്തോടെ മാത്രമേ നടക്കത്തുള്ളൂ. സച്ചിയേട്ടൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഞങ്ങൾക്ക് ഉണ്ടാവണം, അല്ലാതെ ഇത് നടക്കില്ല എന്നൊക്കെ ദേവു പറയുവാണ് സച്ചിനോട്.
ഒരുപാട് സംസാരിച്ചു നോക്കി ദേവു, പക്ഷെ സച്ചി ഒന്നിലും സമ്മതിക്കുന്നില്ലേ. സച്ചി പറയുന്നുണ്ട്, നീ എന്തോ മനസ്സിലുറപ്പിച്ചിട്ടാ എന്നെ കാണാൻ വന്നതും ഈ സംസാരിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും, എന്താ നിന്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും തീരുമാനിക്കില്ല സച്ചിയേട്ടാ. സച്ചിയേട്ടൻ്റെ അനുഗ്രഹവും സച്ചിയേട്ടൻ്റെ സമ്മതവും ഇല്ലാതെ ഈ വിവാഹം നടക്കില്ല. ഇന്ന് അരുണേട്ടൻ്റെ അമ്മ വീട്ടിൽ സംസാരിക്കാൻ വേണ്ടി വന്നായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവാണേ. അവരെന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? അവരുടെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, പിന്നെ എന്തിനാ സംസാരിക്കാൻ വന്നെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, സച്ചിട്ടൻ ചൂടാവല്ലേ, അമ്മ ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, സച്ചിയുടെ തീരുമാനമാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം, സച്ചി സമ്മതിക്കാതെ ഒന്നും നടക്കില്ലെന്ന്. വേണമെങ്കിൽ ചേച്ചിയോട് ചോദിച്ചു നോക്ക്, ചേച്ചി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണേ. എന്ത്, രേവതി അവിടെ ഉണ്ടായിരുന്നു എന്നോ? ദേവു, നിന്നെ ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. നിനക്ക് എന്ത് നല്ലത് ചെയ്യണമെന്ന് എനിക്കറിയാം, നല്ലതേ ഞാൻ വരുത്തുള്ളൂ, നിനക്ക് നല്ലൊരു പയ്യനെ ഞാൻ കണ്ടെത്തി തരും എന്ന് പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. എന്നിട്ട് ദേവുവിനെ അവിടെ നിന്ന് പോകാൻ പറയുവാണ്. ഇനിക്കാര്യം സംസാരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരരുതെന്നും സച്ചി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.